ഈ വീഡിയോയിൽ അതായത് സിനസ്കോ എന്ന് പറഞ്ഞൊരു കമ്പനി, ഈ സിനസ്കോ എന്ന് പറഞ്ഞ കമ്പനി ബെൽജിയത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ബെൽജിയത്തിൽ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ OIP സെൻസറി സിസ്റ്റംസ് ടൂർണൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കമ്പനി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് ബോർഡറിൻ്റെ അടുത്തായിട്ട് വരും ഈ കമ്പനി. അപ്പോൾ ഇതിനകത്ത് ഈ എൽബിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ കമ്പനി ഇതിൻ്റെ സിസ്റ്റർ കൺസേൺ ആണ്. അതായത് ഇതെല്ലാം തന്നെ ബ്രാഞ്ച് ഓഫ് കമ്പനീസ് ആണ്. ഇവർക്ക് സീരീസ് ഓഫ് കമ്പനീസ് ബെൽജിയം എമ്പാടുമുണ്ട്. ഇത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് മിലിറ്ററി ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സുകൾ, അതേപോലെ തന്നെ പല തരത്തിലുള്ള ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മിലിറ്ററി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഈ കമ്പനി. അതിലൊരു കമ്പനിയുടെ ആ കമ്പനിയുടെ ഒരു ബ്രാഞ്ചാണ് ഈ സെൻസറി സിസ്റ്റംസ് ഇൻ ടൂർണൈ എന്ന് പറഞ്ഞിട്ട് OIP എന്ന് പറഞ്ഞ് ഫ്രഞ്ച് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന കമ്പനി. ഈ കമ്പനിയിൽ ഏതാണ്ട് ഒരു 100-150ഓളം ഫ്രീ പാലസ്തീൻ പ്രൊട്ടസ്റ്റേഴ്സ് കയറിയിട്ട് ആക്രമണം എന്ന് പറഞ്ഞാൽ, അതായത് ഫ്രീ പാലസ്തീൻ വേണം എന്നുള്ളത് അവരുടെ അവകാശമാണെന്നുണ്ടെങ്കിൽ, ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ഈ ഗാസയെ സപ്പോർട്ട് ചെയ്തുള്ള ഈ പ്രൊട്ടസ്റ്റ് നടത്തേണ്ടത് ശരിക്കും മിഡിൽ ഈസ്റ്റിലാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഒരു അറബ് കൺട്രീസിൽ പോലും ഈ രീതിയിലുള്ള ആക്ടിവിറ്റീസ് അലൗഡ് അല്ല, പെർമിറ്റഡ് അല്ല. മറ്റുള്ള ഒരു രാജ്യത്തും ഇത് സാധ്യമല്ല. ഏതെങ്കിലും മിഡിൽ ഈസ്റ്റിലുള്ള ഒരു രാജ്യങ്ങളിൽ ഇതേപോലത്തെ പ്രൊട്ടസ്റ്റുകളോ ഇതേപോലെ മാസീവായിട്ട് പോയിട്ട് ഏതെങ്കിലും സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നതോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡാമേജ് വരുത്തുന്നതോ സാധിക്കുമോ എന്ന് വെച്ചാൽ ഒരിക്കലും സാധിക്കില്ല. അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ആ ഒരു ഫ്രീഡം, ആ ഒരു ലോ, അവരുടെ അടുത്തുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ട് ഘോര സംസാരിക്കുന്ന, അതിനു വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഇത് സാധിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഈ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടപ്പിലാക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അഥവാ ഈ അറബ് കൺട്രീസിലൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിനെ മുതലെടുത്തുകൊണ്ട് ഈ തീവ്രവാദികൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, അതായത് ഇവർ മൊത്തത്തിൽ ഒരു 1000 പേരായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായിട്ട് ഇത് ഫോം ചെയ്തിട്ട് അതിൽ നിന്നും ഒരു 100 പേരാണ് ഈ ഫാക്ടറിക്കകത്ത് കയറി പോയത്. അതായത് വിവിധ ഫാക്ടറികൾ ഇവർ ഒക്കുപ്പൈ ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ വീഡിയോ വെക്കുന്നുണ്ട്, ആ വീഡിയോ ഉടനീളം നിങ്ങൾ കണ്ടുപോവുക. ഇവരെല്ലാം തന്നെ സെയിം ആയിട്ടുള്ള യൂണിഫോം ധരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഒരേ വേഷം, ആ ഒരേ വേഷത്തിൽ ഇവർ ഒരുമിച്ച് ഈ ഫ്രീ പാലസ്തീൻ എന്നുള്ളൊരു സ്ലോഗൻ ഇവർ ഉടനീളം പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഈ OIP കമ്പനിയുടെ CEO പറഞ്ഞപ്പോഴത്തേക്കും ഈ CEO പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നിങ്ങൾക്ക് ഒരു നടപടിക്രമങ്ങളും എടുക്കാൻ കഴിഞ്ഞില്ല, അതായത് ഈ ഫാക്ടറിയിൽ ഉദ്യോഗസ്ഥരില്ലേ, അല്ലെങ്കിൽ ഈ പോലീസുകാരുണ്ട്, ഈ സെക്യൂരിറ്റീസ് അവിടെ അടുത്ത് നോക്കി നിൽപ്പുണ്ട്, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ തടയുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ ഉന്നയിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് 80% ഈ പ്രൊട്ടസ്റ്റേഴ്സും സ്ത്രീകളാണെന്നാണ്. 80% ഇതിലെ പ്രൊട്ടസ്റ്റേഴ്സും സ്ത്രീകളാണ്. സ്ത്രീകളെ എങ്ങനെയാണ് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? അതാണ് ഇവരുടെ ഒരു അഡ്വാൻറ്റേജ്, അതാണ് ഇവർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ ഫ്രീ പാലസ്തീനോ എന്തോ ആയിക്കോട്ടെ, ഈ മൊമെന്റിൽ ഈ ഫ്രീ പാലസ്തീൻ പറഞ്ഞുകൊണ്ട് വരുന്ന ലേഡീസിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കര അഗ്രസീവാണ്. ആണുങ്ങൾ പോലും ഈ ഫ്ലാഗ് ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോകുന്ന പോലെ കാണാം. പക്ഷേ സ്ത്രീകൾ ഭയങ്കര വയലന്റ് ആണ്. അത് ജർമ്മനിയിൽ നമുക്കത് കാണാൻ കഴിയും, അതുപോലെ UK അത് കാണാൻ കഴിയും, ബെൽജിയം ആയിക്കോട്ടെ ഇതുപോലെ തന്നെ കാണാൻ കഴിയും. ഈ ബെലറസിലും ഏതാണ്ട് 3 ആഴ്ചയ്ക്ക് മുമ്പ് ഇതേപോലെ ഒരു പ്രൊട്ടസ്റ്റ് അവിടെ നടന്നു തീർന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രൊട്ടസ്റ്റുകൾ തുടരെ നടക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ഖത്താർ ഉൾപ്പെടെയുള്ള ചില അറബ് രാജ്യങ്ങൾ, ഖത്താർ, ഈജിപ്റ്റ്, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാസയിൽ ഒരു സീസ് ഫയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ആ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ വൈഡ് റേഞ്ചിൽ ആഗോള തരത്തിൽ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടായതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇതും തന്നെ ഒരു ഇൻഡയറക്റ്റ് പ്രഷർ ഓൺ ഇസ്രായേൽ ടു മേക്ക് ഗാസ സീസ് ഫയർ. അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കോമൺ ആയിട്ട് ഫണ്ടിങ് സിസ്റ്റം ഉണ്ട് എന്നാണ് ഇതിൻ്റെ കണ്ടെത്തൽ. കോമൺ ആയിട്ട് ഇവർക്ക് ഫണ്ടിങ് സിസ്റ്റം ഉണ്ട്, ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫണ്ട് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ മറ്റുള്ള രാജ്യങ്ങളിൽ തന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഒരു പ്രോപ്പർട്ടി ലോസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഫ്രീ പാലസ്തീൻ വേണമെന്നുണ്ടെങ്കിൽ, ഗാസയ്ക്ക് സീസ് ഫയർ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേറെ മാർഗ്ഗങ്ങളുണ്ട്. അതിന് ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങൾ കയറിയിട്ട് പ്രോപ്പർട്ടി നശിപ്പിക്കുന്ന രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒട്ടും അനുയോജ്യമായ പ്രവർത്തനമല്ല. ബെലറസിലുള്ള ഞാനൊരു വീഡിയോ ഒരെണ്ണം വെക്കാം. ആ ബെലറസിലുള്ള വീഡിയോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രൊട്ടസ്റ്റിലൊക്കെ അവർ ഘോര ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് ഇന്തിഫാദ എന്നാണ്. അത് ഇന്തിഫാദ എന്ന് പറയുന്നത് ഈ ഫ്രീ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റേറ്റ് ആയിട്ട് അവിടെ UN റെസൊല്യൂഷൻ പാസ്സാക്കിയ സമയത്ത് തന്നെ അതിനെതിരെ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ഒരു ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്നത്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ ടു സീ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. റിവർ ടു സീ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഇസ്രായേൽ അവിടെ ഉണ്ടാവാൻ പാടില്ല. കാരണം റിവർ ടു സീ ആ ഒരു ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇസ്രായേൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്നത് അവർ പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട്
ഇസ്രായേൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഓൺലി വൺ ജൂവിഷ് സ്റ്റേറ്റ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടണം. അതാണ് ഈ ഫ്രീ പാലസ്തീൻ. അത് ഫ്രീ പാലസ്തീൻ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കും ഏതോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം എന്നുള്ള നിലയിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇസ്രായേൽ ഇല്ലാതാക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്തായാലും ഇത് 2-3 ദിവസം കൊണ്ടാണ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ബെൽജിയത്ത് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 24-ാം തീയതി പ്രൊട്ടസ്റ്റ് നടന്നു. ഡേ ബിഫോർ യെസ്റ്റർഡേ ഈ ഫാക്ടറിയിൽ നടന്ന ആക്രമണം വളരെ റീസെന്റ് ആയിട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഫാക്ടറിയിൽ ഒരു ആക്രമണം ഉണ്ടായത്. ശരി, എന്തിനാണ് ഇവർ ഫാക്ടറി ഇവർ എയിം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടറിയിൽ നിന്നും ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രോൺ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് MTM46 റെസിൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇസ്രായേലിലേക്ക് മീൻസ് ഈ ഹെർംസ് 450 ഡ്രോൺസ്. ഈ ഹെർംസ് 450 ഡ്രോൺസ് ഉൽപ്പാദിപ്പിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ MTM46 റെസിൻ. അപ്പോൾ ഈ റെസിൻ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ആകുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഈ കമ്പനിയെ കയറി ആക്രമിച്ചതായിട്ട് അവർ പറയുന്നത്. അവർ പറയുന്നതല്ല, അവിടെ നടക്കുന്ന ഒരു പ്രവൃത്തി വെച്ചിട്ട് ഗവൺമെന്റിന്റെ വിലയിരുത്തലാണിത്, അല്ലാതെ തീവ്രവാദികൾ ഇവിടെ പോയി പറയാനാണിത്. അപ്പൊ ഈ സിനസ്കോ എന്ന് പറഞ്ഞ ബെൽജിയം കമ്പനിയാണ് ഈ ഒരു പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് ഇതിന്റെ സിസ്റ്റർ കൺസേൺ ആണ്. അതായത് OAP സെൻസറി സിസ്റ്റംസ്, എൽബിറ്റ് സിസ്റ്റംസ്, അതുപോലെ തന്നെ സിനസ്കോ, ഇതെല്ലാം തന്നെ സെയിം കമ്പനിയാണ്, ബ്രാഞ്ച് ഓഫ് കമ്പനീസ് ആണ്. ഇതെല്ലാം തന്നെ ഒരേ ഓണർഷിപ്പിൽ വരുന്ന കമ്പനികളാണ്. അതുകൊണ്ടാണ് ഇവർ ഇത് ആക്രമിച്ചത് എന്ന് പറയുന്നത്. ഇത് യൂറോപ്പിന് കൊടുക്കുന്ന ഒരു അലേർട്ട് തന്നെയാണ്. ഇത് ശരിക്കും ഒരു ഭീകരവാദ പ്രവർത്തനം തന്നെയാണ്. യൂറോപ്പിൽ ഇത് മാത്രമല്ല, ഉടനീളെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ, അതായത് ഈ ഒരു സിറിയയിൽ നിന്നും ഒരുപാട് റെഫ്യൂജികളെ വെൽക്കം ചെയ്ത് യൂറോപ്പ് സ്വീകരിച്ചതിന് ശേഷം യൂറോപ്പിന് നേരിടേണ്ടി വന്ന തീവ്രവാദ ആക്രമണങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇന്ന് മംതാനി എന്ന് പറഞ്ഞ ആളാണ് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ മംതാനി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രംപ് ചോഫറിൽ കയറിയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ താഴോട്ട് നോക്കിയിട്ട് പറയാണ്, അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ പറയാണ്, മിസ്റ്റർ പ്രസിഡന്റ് അത് പാകിസ്ഥാൻ അല്ല, അത് UK ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ തിരുത്തി കൊടുക്കുകയാണ്. കാര്യം അത് UK കാണുമ്പം പാകിസ്ഥാനെ പോലെ തോന്നുന്നു എന്നുള്ള ഒരു കോമഡിയാണത്. അപ്പോൾ അതുപോലെ UK എങ്ങനെയാണോ ഒരു ഇസ്ലാമികവൽക്കരണത്തിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്ലോലി, അതുപോലെ തന്നെ ഇപ്പൊ ന്യൂയോർക്ക് സിറ്റി മംതാനി അതിനേക്കാളും ഡേഞ്ചർ ആയിട്ട് മാറ്റും എന്നാണ് നിഗമനം. പല അനലിസ്റ്റുകളും അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഇനിയിപ്പോൾ മംതാനി എങ്ങനെയാണ് ഈ ഒരു ന്യൂയോർക്ക് സിറ്റിയെ മാറ്റി തീർക്കാൻ പോകുന്നത്, അവിടെയുള്ള ഫുഡ് ഷോർട്ടേജിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കുമോ, ഒരു പരിഹാരം കൊണ്ടുവരുമോ എന്നൊക്കെ രീതിയിൽ പലരും ചിന്തിക്കുന്നുണ്ട്, പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നുണ്ട്. പക്ഷേ മംതാനി ഒരു സെൻട്രൽ ലെഫ്റ്റ് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്, ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. ആ രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ന്യൂയോർക്ക് സിറ്റിയിൽ വന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് ഒരു അടുത്ത ഒരു ഇന്തിഫാദയായിട്ട് ന്യൂയോർക്ക് സിറ്റി മാറും എന്നാണ് പലരും വിലയിരുത്തുന്നത്. ശരിക്കും ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആയിട്ട് മംതാനി മാറിയിരിക്കുകയാണ്. ഇനി മംതാനി എങ്ങനെയാണ് അയാളുടെ പ്രവർത്തനം കൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി അല്ല എന്നാക്കി തീർക്കുമോ, ഇല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഫണ്ടമെന്റലിസം കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കുമോ ന്യൂയോർക്കിൽ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.